ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ ഡേ 6 ആണ്. ഇന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്നോമാനെയാണ്. ഒന്നല്ല 2 സ്നോമാനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ നമ്മൾ ആ കൂടെ മൂന്ന് കളേഴ്സാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ബേൺഡ് എംബറും ഒന്ന് വൈറ്റും പിന്നെ അതുപോലെ റെഡ് ഷെയ്ഡുമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമേ ബേൺഡ് എംബറിൽ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് എല്ലാ കോർണേഴ്സിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നടുക്കിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നടുക്ക് കുറച്ച് ബ്രൈറ്റായിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. വൺസ് അത് തുടങ്ങിയതിന് ശേഷം നമുക്ക് പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ പെൻസിൽ കൊണ്ടോ ജസ്റ്റ് നമുക്ക് സ്നോമാന് നമുക്ക് ഔട്ട്ലൈൻ ഇടാം. വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക, താഴത്തേക്ക് സ്നോമാൻ്റെ ബോഡി ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലും ജസ്റ്റ് സ്കെച്ച് ഇട്ട് കൊടുക്കുക. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ കളേഴ്സ് വെച്ചാണ് ഫിൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ജസ്റ്റ് സ്നോമാൻ കംപ്ലീറ്റ്ലി അങ്ങ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം മാത്രം നമ്മൾ ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ റെഡ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് സ്നോമാൻ്റെ കുടയ്ക്കൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ കളർ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഡീറ്റെയിലിംഗ് ഒക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് തൊപ്പി വരച്ചു കൊടുക്കാം. അതുപോലെ സ്നോമാൻ്റെ ഷോളിലൊക്കെ നമ്മൾ റെഡ് ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നതാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഡള്ളായിട്ടുള്ള കളേഴ്സാണ്, പക്ഷേ റെഡ് കളർ നല്ല ബ്രൈറ്റായിട്ട് എടുത്ത് നിൽക്കും. അതാണ് ഈ ഒരു ക്രിസ്മസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ എപ്പോഴും നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ആ ഒരു ഷെയ്ഡിലുള്ള ക്രിസ്മസ് പെയിൻറ്റിങ്സ് അല്ലേ കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതിനൊരു പെയിൽ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബേൺഡ് എംബർ ഷെയ്ഡിൽ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കുകയാണ്. അവിടെ ഇവിടെയും ചെറിയ ഷെയ്ഡിങ് രീതിയിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ബേൺഡ് എംബർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കുടയ്ക്കും ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്പിനും ഷോളിനും ഒക്കെ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ജസ്റ്റ് തൊപ്പി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അറ്റത്തും സൈഡിലൊക്കെ ആയിട്ട് ജസ്റ്റ് പഞ്ഞി പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡീറ്റെയിലിംഗ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടി തിൻ ഡീറ്റെയിലിംഗ് ബ്രഷ് എടുക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഡോട്ടും അതുപോലെ ഒരു ചിരിക്കുന്ന പോലെ ഒരു സ്മൈലി പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു മൂക്കും കൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ കുട ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആ സെയിം ബേൺഡ് എംബർ ഷെയ്ഡ് വെച്ചിട്ട് കൈയും ഒക്കെ വരച്ചു കൊടുക്കാം. ഇനി താഴത്തെ ഭാഗത്തെ സ്നോ പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഈ 2 ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റും ബേൺഡ് എംബർ എന്ന് പറഞ്ഞ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് റഫ്ലി അവിടെ ഇവിടെയും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്നോയിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത്രയുമായിട്ട് പെയിൻറ്റിങ് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് എലമെൻസും കൂടെ ആഡ് ചെയ്യുകയാണ്. എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിവിടെ കുറേ ട്രീസ് വരയ്ക്കുന്നുണ്ട്. ട്രീസ് വരയ്ക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് പെയിൻറ്റിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് നമുക്ക് തോന്നിക്കും, ദൂരെ കാണുന്ന ട്രീസ് പോലെ. അപ്പോൾ അതാണ് എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വൈറ്റ് മരങ്ങളാണ് രണ്ടും കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ആ ബേൺഡ് എംബർ ഷെയ്ഡിലും ഇതേമാതിരി കുറച്ച് വെള്ളം ചേർത്തിട്ട് വളരെ ഡൈല്യൂട്ടായിട്ട് ദൂരെ കാണുന്ന മരങ്ങളെ പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എലമെൻസിന് സ്നോമാൻ്റെ എലമെൻസിന് നല്ലൊരു എടുപ്പ് തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ കുറച്ച് ഡീറ്റെയിലിംഗ് ആ ഫ്രണ്ടിലത്തെ 2 വൈറ്റ് മരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് സ്നോ വരച്ചു കൊടുക്കാം. സ്നോയും ഞാൻ ഇതേമാതിരി വൈറ്റിൻ്റെ കൂടെ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ലെയർ കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇൻ ദ സെൻസ് വെള്ളമൊന്നും ചേർക്കാതെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അവിടെ ഇവിടെയും ജസ്റ്റ് ഈ വൈറ്റ് ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.